ഹലോ അ വെരി വോം വെൽക്കം. നമ്മളിന്ന് ആസ്വദിക്കാൻ പോകുന്നത് കാക്ക കാലേൽക്കർ എഴുതിയ ഗംഗാമയ്യ എന്ന എസ്സേ ആണ്. കാക്ക കാലേൽക്കർ എന്ന് പറയുമ്പോൾ ദത്താത്രേയ ബാലകൃഷ്ണ കാലേൽക്കർ എന്നൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി എടുത്തു പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം സൗത്ത് ഇന്ത്യൻ ആയിരുന്നു, കർണാടകയിലായിരുന്നു. ഇദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യൻ ആയിരുന്നിട്ട് കൂടി ഗാന്ധിജി ഹിന്ദി ഒരു രാഷ്ട്രഭാഷയായിട്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനുവേണ്ടി സ്വയം ഹിന്ദി പഠിക്കുകയും പിന്നീട് സൗത്ത് ഇന്ത്യയിൽ ഹിന്ദി പ്രചരിപ്പിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. 1965 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്. അതുപോലെ തന്നെ 1964 ഭാരത് രത്ന നേടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തി കാക്ക കാലേൽക്കർ. അദ്ദേഹത്തിനെ എല്ലാവരും സ്നേഹത്തോടെ കാക്ക കാലേൽക്കർ എന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു നാമമായിട്ട് തന്നെ മാറുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു എസ്സേ ഗംഗാമയ്യ, നമ്മൾ ഗംഗയുടെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഇന്ത്യയിൽ ഒരുപാട് നദികൾ ഒഴുകുന്നുണ്ട്. അതിൽ ഏറ്റവും പവിത്രമായ ഏറ്റവും അധികം നമ്മൾ വില കൽപ്പിക്കുന്ന ഒരു നദിയാണ് ഗംഗാ നദി. അത് ലോങ്ങസ്റ്റ് റിവർ ഇൻ ഇന്ത്യ ആണ് എന്ന് മാത്രമല്ല, അതിനൊരുപാട് പുരാണങ്ങളിലും ധാർമ്മികമായിട്ടും ഒരുപാട് ഇടപഴകി കിടക്കുന്ന ഒരു നദിയാണ് ഗംഗ. അപ്പോൾ ആ ഒരു ഗംഗയുടെ ഇമ്പോർട്ടൻസ് അദ്ദേഹം ഈ എസ്സേയിൽ പറഞ്ഞു വയ്ക്കുകയാണ്. എന്ന് മാത്രമല്ല, എസ്സേ തീരുമ്പോൾ ഈ ഗംഗ നമ്മൾ ഈ രീതിയിൽ പൊല്യൂട്ടഡ് ആക്കുന്നതിൻ്റെ ഒരു ദുഃഖവും അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഗംഗ നമുക്കറിയാം, ഇപ്പം വേൾഡിലെ 5th മോസ്റ്റ് പൊല്യൂട്ടഡ് റിവറായിട്ടാണ് റിപ്പോർട്ട്സ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷമവും അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഈ ഗംഗയുടെ ഇമ്പോർട്ടൻസ് പല രീതിയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒരു അമ്മയെപ്പോലെ നമ്മൾ ഗംഗയെ കാണുന്നു. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അത് ഭീഷ്മൻ്റെ അമ്മ എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഗംഗയ്ക്ക് ഒരു മാഹാത്മ്യം കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: गंगा कुछ भी न करती, सिर्फ देवव्रत भीष्म को ही जन्म देती, तो भी आर्य जाति की माता के तौर पर वह आज प्रख्यात होती. ഒന്നും ചെയ്തില്ല, വേറെ ഒന്നും ചെയ്തില്ല. ഭീഷ്മൻ്റെ അമ്മ എന്ന ഒരു സ്ഥാനം ഗംഗയ്ക്കുള്ളിടത്തോളം കാലം ഗംഗയുടെ ഇമ്പോർട്ടൻസ് മറക്കാനൊക്കില്ല. പിതാമ ഭീഷ്മ की टेक, भीष्म की निस्पृहता, भीष्म का ब्रह्मचर्य और भीष्म का तत्व ज्ञान हमेशा के लिए आर्य जाति का ആദർ പാത്ര ധേയ് ബൻ ചുക്കാ ഹെ. ആ ഭീഷ്മൻ്റെ ഒരു അറിവ്, അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢപ്രതിജ്ഞയിൽ നിൽക്കാനുള്ള ഒരു കഴിവ്, തത്വജ്ഞാനി, ഇതെല്ലാം ഭീഷ്മൻ്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതെല്ലാം കാരണം ഭീഷ്മൻ്റെ അമ്മ എന്ന നിലയ്ക്ക് ഗംഗയ്ക്കൊരു പ്രത്യേക സ്ഥാനമാണ് ഭാരതീയരുടെ മനസ്സിൽ. ഹം ഗംഗാ കോ आर्य संस्कृति के ऐसे आधार स्तंभ महापुरुष की माता के रूप में पहचानते हैं. ആര്യ സംസ്കൃതിയിലെ ഇത്രയധികം സ്ഥാനമുള്ള ഒരു മഹാപുരുഷൻ ഭീഷ്മ അമ്മ എന്ന നിലയ്ക്കാണ് നമ്മൾ ഗംഗയെ കാണുന്നതും ബഹുമാനിക്കുന്നതും. പിന്നീട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്, ഈ നദികളെ നമ്മളൊരു അമ്മയുടെ സ്ഥാനമാണ് നൽകുന്നത്, എല്ലാ നദികളെയും. അതിന് കാരണമുണ്ട്. അമ്മ എങ്ങനെ കുട്ടികളെ പരിപാലിക്കുന്നു അതുപോലെയാണ് നദികൾ നമുക്ക് ജീവജാലങ്ങൾക്കെല്ലാം തന്നെ ഒരു മത്സ്യസമ്പത്തായാലും അത് ജലമായാലും നമുക്ക് തന്ന് നമ്മളെ പരിപോഷിക്കുന്നത് ഒരമ്മയെപ്പോലെയാണ്. അദ്ദേഹം പറയാണ്, നദി കോ യദി കോയി ഉപമാ ശോഭാ ദേത്തി ഹൈ തോ വഹ മാതാ കി ഹി. നദീനെ എന്തെങ്കിലുമായിട്ട് ഉപമിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉചിതം ഒരമ്മ എന്ന സ്ഥാനം കൊടുക്കുന്നതാണ്. നദി കെ കിനാരെ പർ രഹനെ സെ അകാൽ കാ ഡർ തോ രഹതാ ഹി നഹീ. മേഘരാജ് ജബ് ധോക്കാ ദേത്തെ ഹൈ തബ് നദി മാതാ ഹി ഹമാരി ഫസൽ പകാത്തി ഹൈ. നമ്മൾ റിവർ സൈഡിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആ വർഷം മഴ കുറവാണെങ്കിലും മേഘങ്ങളിൽ നിന്ന് നമുക്ക് മഴ ലഭിച്ചില്ലെങ്കിലും നമുക്ക് നദി നമ്മുടെ കൃഷി നന്നായി പരിപാലിക്കാൻ നദിയിൽ നിന്ന് തന്നെ ജലം കിട്ടും. നദി കാ കിനാര യാനി ശുദ്ധ ഓർ ശീതൽ ഹവ. നദിയുടെ കരയിൽ താമസിക്കുന്നവർക്കറിയാം, അവിടെ പോകുന്നവർക്കറിയാം, നല്ല പ്യോർ ശുദ്ധ ശീതൽ ഹവയാണ്. നദി കെ കിനാരെ കിനാരെ घूमने जाएं तो प्रकृति के मात्र वात्सल्य के अखंड प्रवाह का दर्शन होता है.
അതുപോലെ നദിയുടെ ഓരം പറ്റി നമ്മളൊന്ന് നടന്നു നോക്കി ആ പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. नदी बड़ी हो और उसका प्रवाह धीर गंभीर हो तब तो उसके किनारे पर रहने वालों की शान शौकत उस नदी पर ही निर्भर करती है. അതുപോലെ വലിയ നദിയാണെങ്കിൽ, നദി തന്നെ പല ഇതുണ്ട്, നല്ല വീതിയുള്ള നദിയുണ്ട്, നല്ല ഒഴുക്കുള്ള നദിയുണ്ട്, മെലിഞ്ഞ ഒഴുകുന്ന നദിയുണ്ട്. അപ്പം നല്ല വീതിയുള്ള നദിയാണെങ്കിൽ ആ ആ നദിയുടെ സൈഡിൽ താമസിക്കുന്നവർക്ക് ആ നദിയുടെ ഒരു പ്രഭാവം കാരണം തൻ്റെ സ്റ്റാറ്റസ് സിമ്പിളായിട്ട് അത് മാറും. അതിനേക്കാൾ ഒരു ആ നദിയുടെ ഒരു സ്റ്റാറ്റസ്, അതിൻ്റെ ഒരു വലിപ്പം ഈ അടുത്ത് താമസിക്കുന്നവർക്കും ആ ഷാനും ഷോക്കത്തും കിട്ടും. नदी किनारे बसे हुए शहर की गली गली में घूमते समय एकाध कोने से नदी का दर्शन हो जाए तो हमें कितना आनंद होता है. നമ്മൾ സിറ്റിയിലൂടെ ഒക്കെ പോവുകയാണ്, സിറ്റിയിൽ കൂടെ പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അല്പം നദിയുടെ ഒരു വ്യൂ കിട്ടുവാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഇദ്ദേഹം പറയാണ്, നദി ഈശ്വർ നഹീ ഹൈ ബൽക്കി ഈശ്വർ കാ സ്മരൺ കരാനെ വാല ദേവതാ ഹൈ. ഞാൻ നദീനെ ഈശ്വരനായിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ ഈശ്വരനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദേവനെ പോലെയാണ് നദി. യദി ഗുരു കോ വന്ദൻ കർണ ആവശ്യക് ഹൈ तो നദി കോ ഭി വന്ദൻ കർണ ഉചിത് ഹൈ. നമ്മുടെ കൾച്ചറിൽ നമ്മൾ ഗുരുക്കന്മാരെ കാണുമ്പോൾ നമ്മൾ വന്ദിക്കും, നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യും, നമ്മൾ ശിരസ് നമിച്ച് അവരെ ബഹുമാനിക്കും. അങ്ങനെയെങ്കിൽ നദീനെയും വന്ദിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. കാരണം നദിക്ക് അത്രമാത്രം ഒരു ഈശ്വരനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദേവനെ പോലെയും ഒരു അമ്മയെ പോലെയും ഉള്ള സ്ഥാനമാണ്. അപ്പോൾ ഇത്രയധികം നദിയെ വർണ്ണിക്കുന്ന ഒരു ലേഖകൻ പറയാണ്, നദികൾ ഇമ്പോർട്ടൻ്റ് ആണ്, അവർക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ട്, മഹനീയമായ സ്ഥാനമുണ്ട് സമൂഹത്തിൽ, കൾച്ചറിൽ. അപ്പോൾ പിന്നെ ഗംഗയുടെ കാര്യം പറയണ്ട. ഗംഗ എന്ന് പറയുമ്പോൾ എന്താണ്, അദ്ദേഹം എന്താ പറയുന്നത്, यह तो हुई सामान्य नदी की बात, किंतु गंगा मैया तो ആര്യ ജാതി की മാതാ है. ഗംഗാ മയ്യ ആര്യ ജാതിയുടെ അമ്മയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. आर्यों के बड़े बड़े साम्राज्य इसी नदी के तट पर स्थापित हुए हैं. कुरु पांचाल देश का अंग बंगाली देशों के साथ गंगा ने ही संयोग किया है. आज भी हिंदुस्तान की आबादी गंगा के तट पर सबसे अधिक है. ഗംഗയെ പറ്റി പറയുകയാണെങ്കിൽ ഗംഗ ഒരു ആര്യ സംസ്കൃതിയുടെ ഒരു മാതാവായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം ഇവിടെ കുരുവംശം, പാഞ്ചാല വംശം അവരെല്ലാവരും ഇവിടെ വന്ന് വസിക്കുകയും പിന്നീട് അംഗബംഗാദി, ബംഗാൾ സൈഡിലുള്ള രാജാക്കന്മാരുമായിട്ടും അവിടുത്തെ ജനങ്ങളുമായിട്ടും ഇവരെ ഒന്നിപ്പിച്ചത് ഈ ഒരു നദിയാണ്. ഇപ്പോഴും ഹിന്ദുസ്ഥാൻ കി ആബാദി ഗംഗാ കെ തട്ട് പർ സബ്സെ അധിക് ഹൈ. ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആൾക്കാർ ഈ ഗംഗയുടെ റിവർ സൈഡിൽ ഒരുപാട് പേര് വസിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഈ ഗംഗ ഒഴുകുന്നത്, പല സ്ഥലത്ത് ഒഴുകുന്നത് പല രീതിയിലാണ് ഗംഗയുടെ ഒരു രൂപവും ഭാവവും. ഇപ്പോൾ ഗംഗയുടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഗംഗോത്രി ഗ്ലേഷ്യേഴ്സ് നമുക്കറിയാം, ഹിമാലയത്തിൻ്റെ അവിടെ നിന്നാണ്. ഗോമുഖ് എന്ന് പറയും, ഇതാണ് ഗോമുഖ്. പറയപ്പെടുന്നത് ഇവിടെ നിന്നാണ് ഗംഗയുടെ ഒറിജിൻ. ഹിമാലയത്തിൻ്റെ പുത്രിയാണ് ഗംഗ. അപ്പോൾ ഇവിടെ നിന്നാണ് ഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഗംഗോത്രി കെ പാസ് കെ ഹിമാചൽ പ്രദേശവുമേ ഇസ്കാ ഖിലാടി കന്യാരൂപ് ഹെ. അപ്പോൾ ഒരു അച്ഛൻ്റെ മടിത്തട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു കന്യാരൂപാണ്, ഒരു ഖിലാടി രൂപാണ്, ഒരു പ്ലേഫുൾ മൂഡിലാണ് ഗംഗ അവിടുന്ന് ഗംഗോത്രിയിൽ നിന്ന് ഒഴുകുന്നത്. ഉത്തർ കാശി കി ഓർ ചീഡ് ദേവദാർ കെ കാവ്യമയ പ്രദേശ് മേ മുഗ്ധാരൂപ് ഹെ. അതുപോലെ ഉത്തർകാശിയുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കിന് അവിടെ വലിയ വലിയ വൃക്ഷങ്ങളാണ്, ചീഡ് ദേവദാർ എന്ന് പറഞ്ഞ വൃക്ഷങ്ങൾ. അതിൻ്റെ ആ ഒരു മനോഹരമായ ആ ഒരു കാഴ്ച, അവിടൂടെ ആ പ്രദേശത്തിലൂടെ വരുന്ന ഗംഗയ്ക്കൊരു മുഗ്ധാരൂപാണ്, ഒരു വളരെയധികം നാണം. ഇപ്പോൾ കന്യാരൂപിൽ നിന്ന് ഖിലാടി രൂപിൽ നിന്ന് ആ പ്ലേഫുൾ മൂഡിൽ നിന്നൊരു മുഗ്ധ നായികയുടെ ഒരു നാണം ലജ്ജയൊക്കെ ഉള്ള ഒരു നായികയുടെ രൂപമാണ് ഗംഗയ്ക്ക്. देवप्रयाग के पहाड़ी और संकरे प्रदेश में चमकीली अलनंदा के साथ उसकी अटखेलियाँ लक्ष्मण झूले की विकराल दंष्टता में से छूटने के बाद हरिद्वार के पास उसका अनेक धाराओं में स्वच्छंद विहार. അങ്ങനെ ഇത് ഈ ഗംഗ ഒഴുകുന്ന എല്ലാ ഏരിയകളെയും പറ്റി പറയാണ്. ദേവപ്രയാഗിൻ്റെ മൗണ്ടേനിയസ്
അതുപോലെ സങ്കരേ പ്രദേശമേ വളരെ ഇടുങ്ങിയ മലകളുടെ ഇടയ്ക്കൂടെ ഗംഗ ഒഴുകി വരുന്നതും, അതിനുശേഷം ലക്ഷ്മൺ ഝൂലേക്ക് വിക്രാൽ ദഷ്ട്രത, അതെല്ലാം ഈ ഗംഗ ഒഴുകുന്ന പ്ലേസസ്സാണ് ലക്ഷ്മൺ ഝൂല. അത് കഴിഞ്ഞ് ഇത് ഹരിദ്വാറിലെത്തുമ്പം ഗംഗ പല ട്രിബ്യൂട്ടറീസായിട്ട്, പല ശാഖകളായിട്ട് ഗംഗ സ്വച്ഛന്തമായിട്ട് ഒഴുകും. कानपुर से सटकर जाता हुआ उसका इतिहास प्रसिद्ध प्रवाह प्रयाग के विशाल पट पर हुआ उसका कालिंदी के साथ का त्रिवेणी സംഗമം. അതുപോലെ കാലിന്തി, യമുന നദിയുടെ കൂടെ അതിൻ്റെ ത്രിവേണി സംഗമം, അതെല്ലാം എല്ലാവരെയും വളരെയധികം ആകർഷിക്കുന്ന ദൃശ്യമാണ്. यह दृश्य देखने पर दूसरे की कल्पना नहीं हो सकती. हरेक का सौंदर्य अलग, ഹരേക്ക് കാ സൗന്ദര്യ അല. ഗംഗ ഗംഗോത്രിയിൽ ഒഴുകുമ്പം ഒരു പ്ലേഫുൾ മൂഡിൽ ഒഴുകുന്ന ഗംഗ, അതിനുശേഷം ഉത്തർകാശിയുടെ അവിടെ വലിയ വലിയ ചീട് ദേവദാർ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ ഒരു മുഗ്ധാരൂപത്തിൽ അല്പം മെല്ലെ ആദ്യത്തെ ആ ഒരു പ്ലേഫുൾ മൂഡ് കളഞ്ഞിട്ട് അല്പം ലജ്ജയോടെ ഒഴുകുന്ന ഗംഗ. അതിനുശേഷം ഹരിദ്വാറിലെത്തുമ്പം അനേക് ധാരാവുമേ സ്വച്ഛന്ദ വിഹാർ കർണേ വാലി ഗംഗ, പല ട്രിബ്യൂട്ടറീസായിട്ട് ഒഴുകുന്ന ഗംഗ. അങ്ങനെ ഹരേക്ക സൗന്ദര്യ അലക്, ഓരോ ഗംഗയുടെ ഓരോ ഭാവത്തിനും ഓരോ രൂപത്തിനും സൗന്ദര്യം വേറെയാണ്. ഹരേക്ക വാതാവരണ അലക്, ഹരേക്ക മാഹാത്മ്യ അലക്, ഓരോന്നിൻ്റെയും സിറ്റുവേഷനും അതിൻ്റെ ജിയോളജിക്കൽ ഡിഫറൻസും എല്ലാം വളരെ മനോഹരമാണ്, വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയാണ്, ഹിന്ദുസ്ഥാൻ മേ അൻഗിനത് നദിയാ ഹെ ഇസ്ലിയെ സംഗമോ കാ ഭി കോയി പാർ നഹി. ഇന്ത്യയിൽ ഒരുപാട് റിവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് പല റിവേഴ്സും പല സ്ഥലത്തും കൂട്ടുമുട്ടാറുണ്ട്. അപ്പോൾ സംഗമുണ്ടാവും, അവരുടെ ഒരു കൂട്ടുചേരൽ. इन संगमों में हमारे पुरखों ने गंगा यमुना का यह संगम सबसे अधिक पसंद किया है और इसीलिए उसका प्रयागराज जैसा गौरवपूर्ण नाम रखा है. അപ്പോൾ ഒരുപാട് റിവേഴ്സ് ഇതാ ഈ ഒരു പിക്ചറിൽ കണ്ട ഈ റിവേഴ്സ്, ഈ ഗംഗ പല സ്ഥലത്ത് ഒഴുകി പല റിവേഴ്സുമായിട്ട് കൂട്ടുമുട്ടുന്ന ഓരോത്തിനും ഓരോ നമ്മുടെ ഒരു റിലീജിയസ്, ഓരോ സംഗമത്തിനും ഓരോ റിലീജിയസ് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിന് അങ്ങനെയാണ് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രയാഗ്രാജ് എന്ന് പറയുമ്പം ഗംഗയും യമുനയും സംഗമിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ പുർഖോ എന്ന് വെച്ചാൽ നമ്മുടെ ആൻസസ്റ്റേഴ്സ്, അവർക്ക് ഈ ഒരു സംഗമം വളരെ ഇഷ്ടമായിരുന്നു. ഇന്ത്യ ലാൻഡ് ഓഫ് റിവേഴ്സ് ആണ്, ഒരുപാട് റിവേഴ്സ് ഉള്ളത് കാരണം എപ്പോഴെങ്കിലും എവിടെങ്കിലും ഈ നദികൾ കൂട്ടിമുട്ടി സംഗമിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ആൻസസ്റ്റേഴ്സിന് ഗംഗ യമുനയുടെ സംഗമം വളരെയധികം ഇഷ്ടം. പിന്നീട് അദ്ദേഹം പറയുന്നത്, പ്രയാഗ് കെ ബാദ് ഗംഗ കുലവധു കി തര ഗംഭീർ ഓർ സൗഭാഗ്യവതി ദീഖ്തി ഹെ. പ്രയാഗ് ആ സംഗമം കഴിഞ്ഞിട്ട് ഗംഗ ഒരു കുലവധുവെ പോലെ, എന്ന് വെച്ചാൽ ഒരു വിവാഹം കഴിഞ്ഞ് ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ ഇൻലോസിൻ്റെ അവിടെ എത്തുമ്പോൾ ഉള്ള ഒരു പക്വതയും ഒരു അച്ചടക്കവും, അതുപോലെയാണ് ഗംഗയുടെ ആ ഒരു ഒഴുക്ക് കാണുമ്പം. ഇസ്കെ ബാദ് ഉസ്മേ ബഡി ബഡി നദിയാ മിൽത്തി ജാത്തി ഹൈ. यमुना का जल मथुरा वृंदावन से श्री कृष्ण के संस्मरण अर्पण करता है. യമുനയെ അതുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക്, യമുന എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൃഷ്ണനും രാധയും ഓർമ്മ വരും നമുക്ക് യമുന നദി എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ जबकि अयोध्या होकर आने वाली सरयू आदर्श राजा रामचंद्र के प्रतापी किंतु करुण जीवन की स्मृतियाँ लाती हैं. അയോധ്യയിലൂടെ ഒഴുകി വരുന്ന സരയൂ നദി, നമുക്കറിയാം അയോധ്യ എന്ന് പറയുമ്പോൾ ശ്രീരാമകൃഷ്ണൻ്റെ ജന്മഭൂമിയാണ്. അപ്പോൾ ആ ആദർശ പുരുഷനായ ശ്രീരാമൻ്റെ പ്രതാപവും നമുക്ക് ഓർമ്മ വരും. അതുപോലെ തന്നെ ഉൻകി കരുൺ ജീവൻ കി സ്മൃതിയാണ്, അദ്ദേഹത്തിന് സീതയായിട്ടുള്ള വിയോഗം, സീതയെ രാവണൻ പിടിച്ചുകൊണ്ട് പോകുന്ന സന്ദർഭം, പിന്നീട് രാമായണ യുദ്ധം, അതിനുശേഷവും സീതയെ പിരിയേണ്ടി വരുന്ന അവസ്ഥ, അതെല്ലാം നമുക്ക് ആ സരയൂ നദി കാണുമ്പോൾ, ഈ നദികൾക്കും ഓരോ ദേവന്മാരുമായിട്ട് ഒരു കണക്ഷനുണ്ട്. ഇപ്പോൾ യമുന നദി നമുക്ക് ശ്രീകൃഷ്ണനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ സരയൂ നദി അയോധ്യയിലൂടെ ഒഴുകുന്നത് കാരണം നമുക്ക് പ്രതാപിയായ ശ്രീരാമചന്ദ്രനെയാണ് ഓർമ്മ വരുന്നത്. പിന്നീട് അതുപോലെ ഇദ്ദേഹം പറയുകയാണ്, ഈ ഗംഗയും ബ്രഹ്മപുത്രയും രണ്ട് ഗ്രേറ്റ് റിവേഴ്സ് ഓഫ് ഇന്ത്യ ആണ്. ബ്രഹ്മപുത്ര വളരെ വിശാലമായ ഒരു റിവറാണ്. അപ്പോൾ ഈ ഗംഗയും ഈ ബ്രഹ്മപുത്രയും പെട്ടെന്ന് അങ്ങോട്ട് സംഗമിക്കത്തില്ല. അതിൻ്റെ കാരണം പറയുന്നത്, दो सम्राट या दो जगत गुरु जैसे एकाएक एक दूसरे से नहीं मिलते वैसे ही गंगा और ब्रह्मपुत्र का हाल है. രണ്ട് വലിയ ഗ്രേറ്റ് സമ്രാട്ടന്മാർ പെട്ടെന്ന് അങ്ങോട്ട് മീറ്റ് ചെയ്യില്ല, നേരെ മുഖാമുഖം കാണണമെങ്കിൽ ചില ഫോർമാലിറ്റീസ് വേണം. അതുപോലെയാണ് ഗംഗയും ബ്രഹ്മപുത്രയുടെയും ഒരു അവസ്ഥ.
ब्रह्मपुत्रा हिमालय के उस पार का सारा पानी लेकर आसाम से होती हुई पश्चिम की ओर आती है और गंगा इस ओर से पूर्व की ओर बढ़ती है। उनकी आमने सामने भेंट कैसे हो, कौन किसके सामने पहले झुके, कौन किसे पहले रास्ता दे. അപ്പോൾ ഈസ്റ്റിൽ നിന്ന് ആസാമിൽ നിന്ന് ബ്രഹ്മപുത്ര ഇങ്ങനെ വിശാലമായിട്ട് ഒഴുകി വരികയും വെസ്റ്റിലോട്ട്, അതുപോലെ വെസ്റ്റിൽ നിന്ന് ഗംഗ ഒഴുകി ഈസ്റ്റിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ആര് കിസ്കെ സാമനെ പെഹലെ ജുക്കെ, ആരാരുടെ മുമ്പിൽ ആദ്യം തല കുനിക്കണം, കോൻ കിസെ പെഹലെ രാസ്ത ദേ, ആരാദ്യം ആർക്ക് വഴി കൊടുക്കും എന്നുള്ള ഒരു തോന്നൽ വരെ നമുക്ക് ഉണ്ടാവും. अंत में दोनों ने तय किया कि दोनों को दाक्षिण्य धारण कर सरितपति के दर्शन के लिए जाना चाहिए और भक्ति नम्र होकर जाते जाते जहाँ संभव हो रास्ते में एक दूसरे से मिल लेना चाहिए. അപ്പോൾ ഇവിടെ ഒരു പെർസോണിഫിക്കേഷനാണ് നടക്കുന്നത്. നദികൾക്കും മനുഷ്യരെ പോലുള്ള വികാരം ആരോപിക്കുകയാണ് ഈ ലേഖകൻ. ഗംഗയും ബ്രഹ്മപുത്രയും അവസാനം ഒരു തീരുമാനത്തിലെത്തും. അവർ രണ്ടുപേരും പല സ്ഥലത്തും പിന്നീട് സംഗമിക്കും. പിന്നീട് ഈ ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര ഇത് രണ്ടുപേരും സംഗമിക്കുന്ന പേരാണ് ഗംഗ ഓർ ബ്രഹ്മപുത്ര ഏക് ഹോക്കർ പദ്മ കാ നാം ധാരൺ കർത്തെ ഹൈ. ഗംഗയും ബ്രഹ്മപുത്രയും അവസാനം വന്ന് ഒത്തുചേരുന്നതിനെ പദ്മ എന്ന് പറയും. और वही आगे जाकर മേഘ്ന के नाम से पुकारी जाती है. കുറച്ചുകൂടെ ദൂരെ ഒഴുകുമ്പോൾ അതേ റിവർ തന്നെ മേഘ്നയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇതാണ് ആ മേഘ്ന കാണിക്കുന്നുണ്ട്. ഇതാണ് ആ മേഘ്ന. അവസാനത്തെ പാസേജിൽ ആ പാരഗ്രാഫിൽ റൈറ്റർ ഈ ഗംഗ ഇത്രയും പൊല്യൂട്ടഡ് ആവുന്നതിനെ പറ്റിയുള്ള കാര്യമാണ് മെൻഷൻ ചെയ്യുന്നത്. यह अनेक मुखी गंगा कहाँ जाती है, सुंदर वन में बेंत के झुंडुगाने या सगर पुत्रों की वासना को तृप्त कर उनका उद्धार करने. आज जाकर आप देखेंगे तो यहाँ पुराने काव्य का कुछ भी शेष नहीं होगा. ഇന്ന് ഈ ഗംഗയുടെ ഒരു ഓരങ്ങൾ ചെന്ന് കാണുകയാണെങ്കിൽ പഴയ ആ ഒരു മനോഹരമായ ഗംഗയുടെ ആ ഒരു തീരങ്ങളിലുള്ള മനോഹര സൗന്ദര്യം ഒന്നും ഇപ്പോൾ കാണാനില്ല. ഇപ്പം എന്താണ് ഇതേപോലത്തെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള തീരങ്ങളാണ് കാണാനുള്ളത്. जहाँ देखो वहाँ पटसन की बोरियां बनाने वाली मिले और ऐसे ही दूसरे बेहुदे विश्री कल कारखाने दीख पड़ेंगे. ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് ഇൻഡസ്ട്രീസ്, പട്സൺ കി ബോറിയ, അതുപോലെ ഈ ലെതർ ഇൻഡസ്ട്രീസ് ഒരുപാടുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങളുടെ ഈ ഹൈഡ് എന്താണെന്ന് പറയുക, അതിനെ തോല്, അതെല്ലാം കഴുകുന്ന ഈ മലിനജലമെല്ലാം ഗംഗയുടെ അകത്തോട്ടാണ് വീഴുന്നത്. कल कारखाने ഒരുപാട് ഫാക്ടറീസ് ഉണ്ട്. जहाँ से हिंदुस्तानी कारीगरी की असंख्य वस्तुएं हिंदुस्तानी जहाज़ों से लंका या जावा द्वीप तक जाती थी, उसी रास्ते से अब विलायती और जापानी स्टीमरें विदेशी कारखानों में बना हुआ भद्दा माल हिंदुस्तान के बाज़ारों में भर डालने के लिए आती हुई दिखाई देती हैं. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ജാവാ ദ്വീപ് അല്ലെങ്കിൽ ലങ്ക, അവിടെ നമ്മളിവിടുന്ന് നല്ല ഹിന്ദുസ്ഥാനി ഇത് നമ്മൾ വെളിയിലോട്ട് അയച്ചിരുന്നു. ഇപ്പം പകരം എന്താ സംഭവിക്കുന്നത്, വെളിയിൽ നിന്നുള്ള ഓരോ പ്രോഡക്ട്സ്, കൊള്ളാത്തയും നല്ലതുമായ ഓരോ പ്രോഡക്ട്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. गंगा मैया पहले की तरह हमें अनेक प्रकार की समृद्धि प्रदान करती जाती हैं, किंतु हमारे निर्बल हाथ उसको उठा नहीं सकते. ഇപ്പോൾ എഴുത്തുകാരൻ പറയുന്നത്, കാക്ക കാലിൽക്കർ പറയുന്നത്, ഗംഗ അന്നും ഇന്നും നമുക്ക് മത്സ്യസമ്പത്തായാലും ജലസമ്പത്തായാലും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശുദ്ധവായുവായാലും എല്ലാം തരുന്നുണ്ട്. പക്ഷേ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മുടെ മനുഷ്യരുടെ ആർത്തി കാരണം നമ്മൾ ഗംഗയെ മാക്സിമം പൊല്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഗംഗാ മയ്യ യഹ ദൃശ്യ ദേഖ്ന തേരി കിസ്മത് മേ കബ് തക് ബദാ ഹൈ. ഈ ഒരു ഇങ്ങനത്തെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സീൻ എത്ര നാൾ നിനക്ക് കാണേണ്ടി വരും ഗംഗാമയ്യ. അപ്പം വളരെ ദുഃഖത്തോടെ ഈ ഒരു റിവറിൻ്റെ അവസ്ഥ, ഇത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ളൊരു റിവറിൻ്റെ അവസ്ഥയിൽ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ നിബന്ധ്, ഈ എസ്സേ കാലാകാലേൽക്കർ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഗംഗ നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് അനുസരിച്ച് വേൾഡിലെ 5th മോസ്റ്റ് പൊല്യൂട്ടഡ് റിവറാണ്.
ഇതിനെ ക്ലീനപ്പ് ചെയ്യാൻ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ 2014 നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ നമാമി ഗംഗെ എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. വളരെയധികം പ്രോജക്ട്സ് അതിനുവേണ്ടി ഉണ്ടാക്കി. എങ്ങനെയെങ്കിലും ഈ ഗംഗേനെ ഒന്ന് പ്യുവറാക്കാൻ, പണ്ടത്തെ പോലെ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് എടുത്തു. അതുപോലെ 1980s രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്നപ്പോഴും ഇതേപോലത്തെ ഗംഗ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 1980s ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി, എന്നിട്ടത് സക്സസ്ഫുൾ ആവാതെ ഇത്രയധികം, കാരണം ഈ ഗംഗയുടെ സൈഡിൽ ഈ റിലീജിയസ് കോൺസെപ്റ്റ് ഇതുമായിട്ട് കൂട്ടിച്ചേർന്ന് നടക്കുന്നുണ്ട്. ഇവിടെ ഈ ശ്മശാന ഭൂമികൾ ഇതിനടുത്താണ് കത്തിക്കുന്നത്. കാരണം ഇതൊരു പവിത്രമായ നദിയായത് കാരണം ഇവിടെ മുങ്ങി കുളിക്കുന്നത് വളരെ, അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ, അത് പോരാഞ്ഞ് ഒരുപാട് ഫാക്ടറീസിൻ്റെ അവശിഷ്ടങ്ങൾ, ഇതെല്ലാം നമ്മൾ ഗംഗയിലോട്ടാണ് തള്ളുന്നത്. അപ്പോൾ ഈ പ്രോജക്ട്സ് എല്ലാം, ഗംഗ ആക്ഷൻ പ്ലാനും നമാമി ഗംഗയും എല്ലാം യൂസ്ഫുൾ ആയില്ല എന്നതിൻ്റെ ഒരു ഉദാത്തമായ ഉദാഹരണമാണ് ഇപ്പോഴും ഗംഗ വളരെ പൊള്യൂട്ടഡ് ആയിട്ട് കിടക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഫിനിഷായി, നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം.